മലയാളി താരമായിട്ടുള്ള സഞ്ജു വി സാംസൺ രാജസ്ഥാൻ റോയൽസ് എന്ന ഫ്രാഞ്ചൈസിയുടെ ലോയൽറ്റി കാണിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം വലിയ ഓഫറുകൾ വന്നപ്പോഴും രാജസ്ഥാനിൽ തന്നെ തുടരാനാണ് സഞ്ജു ആഗ്രഹിച്ചത്. സഞ്ജുവിനെ പോലെ ഒരു താരത്തിനെ KKRന്റെ ബെഞ്ചിൽ നിന്നും ഒരു ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരികയും ക്യാപ്റ്റൻസി വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്ത് സഞ്ജു വി സാംസനെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറാക്കി മാറ്റിയെടുത്തത് രാജസ്ഥാൻ റോയൽസ് ആണ്. അതുകൊണ്ട് ആ ഒരു ബന്ധം രണ്ടാൾക്കും ഗുണപ്രദമായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പം സഞ്ജു വി സാംസനെ ഒരു കച്ചവട ചരക്കിനെ പോലെയാണ് രാജസ്ഥാൻ റോയൽസ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. രാജസ്ഥാൻ്റെ ഫ്യൂച്ചർ പദ്ധതികളിൽ സഞ്ജു വി സാംസണ്, അതായത് ഫ്യൂച്ചർ ക്രിക്കറ്റിംഗ് പദ്ധതികളിൽ, സ്പോർട്ടിംഗ് പ്രോജക്റ്റുകളിൽ സഞ്ജു വി സാംസണ് യാതൊരു വിധത്തിലുള്ള റോളും ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അവരുടെ ഓപ്പണിംഗ് സ്ലോട്ട് കഴിഞ്ഞ സീസണിൽ നിങ്ങൾ കണ്ടതാണ്. ജയ്സ്വാളും പിന്നെ 14 വയസ്സുകാരനായിട്ടുള്ള സൂര്യവംശിയും ചേർന്നിട്ടായിരിക്കും അവരുടെ ആ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പും കാര്യങ്ങളും ബിൽഡ് ചെയ്യുന്നത്. ഏതായാലും ഓപ്പണിംഗ് ബാറ്റ്സ്മാനായിരുന്ന സഞ്ജു വി സാംസണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ അവസരമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പിന്നീട് വൺ ഡൗൺ സ്ലോട്ടിലേക്ക് അവിടെ സഞ്ജുവിനെ ഇറക്കാനാണെങ്കിലും അവിടെ കുറേ പ്രശ്നമുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ റയാൻ പരാഗിൻ്റെ ബാറ്റിംഗ് ഓർഡറിൽ അവർക്ക് മാറ്റം വരുത്തേണ്ടി വരും. റയാൻ പരാഗിനെ ഒരു ഫ്യൂച്ചർ ക്യാപ്റ്റൻ എന്നുള്ള പദവിയിലേക്ക് അവർ വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരുടെ ബോർഡിൽ റയാൻ്റെ അമ്മാവനും കാര്യങ്ങളൊക്കെ ഉണ്ട്. റയാൻ പരാഗിൻ്റെ ആ ഒരു മാർക്കറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ സീസണിൽ ചില മത്സരങ്ങൾ ആസാമിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുകയും അതിന് BCCയുടെ ന്യായീകരണം പറയുകയും അപ്പം BCC പബ്ലിക്കായിട്ട് നോട്ട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത് രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിനോട് കാണിക്കുന്ന അനീതി എക്സ്പോസ്ഡ് ആവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാലൻസ്ഡ് സ്ക്വാഡിൽ സഞ്ജു വി സാംസൺ തുടരുന്ന അവരുടെ ടീം ബാലൻസിന് തന്നെ മോശമാണ്. സഞ്ജു വി സാംസണെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കരിയർ കുറച്ചുകൂടി വൈഡാക്കാനുള്ള അവസരവും ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നും പോകുന്നതാണ്. കാരണം KKR ആയാലും ചെന്നൈ സൂപ്പർ കിങ്സ് ആയാലും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന് വേണ്ടി വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ചെന്നൈയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരൊരു ക്യാപ്റ്റൻസി ട്രാൻസിഷൻ ആഗ്രഹിക്കുന്ന സാഹചര്യമാണ്. എന്തുകൊണ്ടും ധോണിക്ക് ചേർന്ന ഒരു പിൻഗാമി സഞ്ജു തന്നെ ആയിരിക്കും. അവിടുത്തെ ഫാൻ ബേസ് കൊണ്ടായാലും പിന്നീട് ആരാധകരോടുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ടായാലും ക്യാപ്റ്റൻസി മികവ് കൊണ്ടുമെല്ലാം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ ഡെസ്പറേറ്റ്ലി ആഗ്രഹിക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് സഞ്ജു സാംസനെ വളരെ അനിവാര്യത തന്നെയാണ്. KKRന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. നിലവിൽ രാജസ്ഥാൻ റോയൽസിൽ നിന്നും വേർപിരിയാനുള്ള സഞ്ജുവിൻ്റെ ആഗ്രഹം ബോത്ത് രാജസ്ഥാൻ റോയൽസിനും സഞ്ജു വി സാംസണും ഗുണപ്രദം തന്നെയാണ് എന്നുള്ളത് സത്യമാണ്. പക്ഷേ രാജസ്ഥാൻ റോയൽസ് ചെയ്യുന്നത് സഞ്ജു വി സാംസണെ കൂടെ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന തങ്ങളുടെ ബിസിനസ് മാത്രമാണ് നോക്കുന്നത്. കാരണം സഞ്ജുവിനെ പോലെ ഒരു താരം ഉള്ളപ്പം അവരുടെ മാർക്കറ്റ് വാല്യൂ, ടീം ബ്രാൻഡ് വാല്യൂ വർദ്ധിക്കും. സോ അവർ ആ കച്ചവട താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് സഞ്ജുവിനെ റിലീസ് ചെയ്യാതിരിക്കുന്നത്. പക്ഷേ സഞ്ജു ഒഫീഷ്യലി അവർക്ക് റിക്വസ്റ്റ് നൽകിയെങ്കിൽ പോലും അന്തിമമായിട്ട് തീരുമാനം എടുക്കാനുള്ള അധികാരം ഫ്രാഞ്ചൈസിക്ക് ആയതുകൊണ്ട് ഇപ്പം ഡെമോക്രസിൻ്റെ വാള് പോലെയാണ് ആ ഒരു ലോയൽറ്റിയുടെ ബാഡ്ജ് സഞ്ജുവിന് മേൽ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുന്നത്. സോ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെ സങ്കീർണമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാൾക്കും ഗുണപ്രദം വേർപിരിയുന്നത് തന്നെയാണ്. പക്ഷേ ആ വേർപിരിയലിന് അവർ സമ്മതിക്കുമോ എന്നുള്ളതാണ് ചോദ്യം.